വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ കുഞ്ഞു ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കോർത്തിണക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. ലൈറ്റ്സ് ആണ് ക്രിസ്മസിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെളിയിലിറങ്ങിയത് കാണുന്ന ഒരു പതിവ് കാഴ്ച തന്നെയാണ്. അതുകൂടാതെ വളരെ സ്പെഷ്യലായിട്ടുള്ള വേറൊരു കാര്യമാണ് സ്നാക്സ്. മമ്മിയുടെ ക്രിസ്മസിലെ സ്പെഷ്യൽ സ്നാക്കാണ് അച്ചപ്പം. അച്ചപ്പം റെഡിയാക്കിയാലോ? സ്ഥലമാണോ? ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അച്ചപ്പമാണ്. ഇത് അച്ചപ്പത്തിനുള്ള ബാറ്ററാണ് ആവുന്നത്. കമോൺ ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കാം. എനിക്കറിയത്തില്ല, മമ്മിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെ ഇതായി വരുന്നതെന്ന് കാണിക്കാം. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമൊന്നും അല്ലായിരുന്നു അച്ചപ്പം. പക്ഷെ കുറേ കാലങ്ങളായിട്ട് ഇത് കഴിച്ചിട്ട് അപ്പം കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പം നമുക്കിത് ആക്കുന്നത് പെട്ടെന്ന് കാണാം. ഇപ്പം മിക്സ് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്ത് നമ്മളിത് ആക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഒരു കേക്കിന്റെ മണം വരും അല്ലേ? ഈ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്യുന്നോണ്ടായിരിക്കും. രസമുണ്ട്. അപ്പൊ ഇത് മിക്സ് ചെയ്യാനപ്പോ ഈ തേങ്ങാപ്പാല് ഇതൊഴിക്കട്ടെ. വെള്ളം കുറച്ചുകൂടെ വേണ്ടി വരുമായിരിക്കും. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഇതിന് മറ്റേ അച്ച് കഴുകി വെച്ചോ? ഓക്കെ, അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് അച്ചപ്പം കഴിക്കാം. ഇതാരാ അച്ചപ്പം നോക്കി വന്നേ? എക്കോ ആണോ? എക്കോ ആണോ? ഇത് എക്കോ സുന്ദരിയാണോ? ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. കുറച്ച് നേരം വെക്കണം. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പൊക്കുമ്പോൾ അതിനകത്ത് പിടിക്കണം. അനക്കണോ? അനക്കുമ്പോ വിടുവോ? വിട്ടെ. വിട്ടില്ലല്ലോ. അയ്യോ, വിട്ടോ? വിട്ട്. വിട്ടു. പക്ഷേ ഷേപ്പ് ഇല്ലയോ? ഓ, ഷേപ്പ് ഇച്ചിരി നമുക്ക് വിഷയമാണ്. ഫസ്റ്റ് വെച്ചപ്പം ഞാനാണ് ഇട്ടത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയതല്ലേ. മമ്മി ശരിയാക്കിട്ട് തരും. അടുത്ത വെച്ചപ്പം നമ്മൾ പൊളിക്കും. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തട്ടും. ഇങ്ങനെ മുക്കുക, ഇങ്ങനെ 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 തട്ടുക. സിമ്പിൾ. കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. എല്ലാം ഫ്ലോപ്പ് ആവുകയാണല്ലോ കുമാരിട്ട. അതെന്താ, നമുക്ക് നോക്കാം. ഇത് റെഡി ആയി കാണും അല്ലേ? നമുക്ക് നോക്കാം. എപ്പോഴാണ് എനിക്ക് കൊടുക്കുന്നത്? എവിടെയോ എന്തോ പാളി മമ്മി. ഗൈസ്, നമ്മൾ അച്ചപ്പം മേക്കിങ്ങിലായിരുന്നു. പക്ഷെ എവിടെയോ എന്തോ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷെ ഹോപ്പ്ഫുള്ളി വി ആർ വെയിറ്റിംഗ്. 2-3 എണ്ണം ആവുമ്പോൾ കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. മമ്മി അത് ആക്കിക്കൊണ്ടിരിപ്പുണ്ട്. നല്ല ഷേപ്പായിട്ടൊക്കെ വന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റ് വൈസ് ഉണ്ട്. അമ്മ ആക്കി വരണം തന്നെ അമ്മി. ഷേപ്പ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യാ, ഇതാണ് ഞങ്ങളുടെ ഇൻപെർഫെക്ഷൻ ഉള്ള സാധനം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൗണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത ശരിയാവും, കാണിച്ചു തരാം. ഞങ്ങൾ സെക്കൻഡ് ഉണ്ടാക്കിയ അച്ചപ്പം. ഇത് ഞാൻ ഉണ്ടാക്കിയ അച്ചപ്പമായിരുന്നു. ഇത് ഇട്ടിട്ട് ശരിയാവേണ്ടതാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കേടായത് നമ്മൾ ആരും കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ കഴിക്കുകയാണ്. എക്കോയ്ക്ക് കൊടുക്കാം. ചൂടാ. കമോൺ എക്കോ, കഴിച്ചു നോക്കടാ. ഇപ്പം ഉണ്ടാക്കിയതേ ഉള്ളു. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊക്കോമലൻ. ഓ, ഇഷ്ടപ്പെട്ടു മമ്മി. എക്കോയ്ക്ക് ഇഷ്ടപ്പെട്ടി. കൊക്കോയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മതിയോടാ. ഗുഡ് ബോയ്. നല്ലതാക്കട്ടെ, വേറെ തരാം കേട്ടോ. ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരാളോട് വന്നിട്ടുണ്ട്. കൊക്കോമലൻ ആവുന്നുണ്ടോ മമ്മി? ആദ്യത്തെ ബാച്ച് നമ്മുടെ ഫ്ലോപ്പ് ആയാലും നന്നായിട്ട് വരുന്നുണ്ട് ഗൈസ്.
എക്കോയ്ക്കാണെങ്കിൽ ചെയിൻ ഇടുന്നത് ഇഷ്ടമല്ല. ഈ ആളുടെ പേര് കാണണോ? എക്കോ ആണോ ഇത്? എക്കോ 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 ഓ പോയി ഓ പോയി. ഇയാളുടെ പേര് എക്കോ കൊതിയൻ പാപ്പു. അവിടെ ഇരി. അയ്യോ മധുരം എന്നൊക്കെ പറഞ്ഞ എന്റെ എക്കോമേലന്റെ ഒരു സന്തോഷം. കഴിച്ചൂടാട്ടോ, ചിച്ചിയാ നോക്കട്ടെ. എക്കോ ബേബി ചെയിൻ ഇടുന്ന എക്കോയ്ക്ക് ഇഷ്ടമല്ല. ഈ എക്കോ എക്കോ അതെ കുറച്ചാകുമ്പോ റെഡി ആവുന്നു. ഫൈനലി കാണിച്ചു പാത്രത്തിരിക്കുന്നേ നല്ലതായത്. ഷേപ്പ് ഇച്ചിരി മോശമെന്നേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് വൈസ് കിട്ടിലാണ്. ഇപ്പോൾ ഏകദേശം ഷേപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ അച്ചപ്പം. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ട്രഡീഷണൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുക, രസമല്ലേ, കഴിക്കാമല്ലോ നമുക്ക്. എക്കോ വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, എക്കോ അച്ചപ്പം നോക്കി വരുന്നുണ്ട്. എക്കോ ഇരിക്കുന്നു. പിടിച്ചോ. അങ്ങനെ നമ്മുടെ പലഹാരമൊക്കെ നമ്മൾ ഭദ്രമാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ലൈറ്റൊക്കെ ഓണാക്കി സിറ്റൗട്ടിൻ്റെ ഏരിയയിൽ കറങ്ങി നടക്കുന്നതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. എക്കോയും കൂടെ ഉണ്ട്, അവൻ്റെ പ്ലേ ടൈമും കൂടെയാണ്. അവൻ്റെ ടോയ്സൊക്കെ ഇട്ട് നമ്മുടെ അടുത്ത് വരും. കൂടുതൽ നേരം അവന് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. വൈകുന്നേരം ഈ ഒരു ഗുസ്തി പിടുത്തം ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. ലൈറ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ രസമില്ലയോ, ആ വാം ലൈറ്റിൻ്റെ ഒരു ആംബിയൻസിൽ മുറ്റത്ത് തന്നെ നിൽക്കാനേ തോന്നും. അങ്ങനെ എക്കോടെ ടോയ്സൊക്കെ എടുത്ത് കളിച്ച് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കും. അപ്പോഴും അവൻ വന്നിങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരൂ എന്നുള്ള രീതിയിൽ. എക്കോടെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇനി ലൈറ്റൊക്കെ കാണുമ്പോൾ പുള്ളി പാനിക്കാവുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അവൻ ശരിക്കും ഈ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഹാപ്പി ആൻഡ് എൻജോയ് ആയിട്ട് നിൽക്കുമായിരുന്നു പുള്ളിക്കാരൻ. ഫുൾ ടൈം കളിക്കണം, ആ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാനും അജിനുമാണ് കൂടുതൽ നേരം അവൻ്റെ കൂടെ കളിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് ആൾക്കങ്ങ് ഭയങ്കര ഒരു ത്രില്ലാണ്. അങ്ങനെ വൈകുന്നേരത്തെ ഗുസ്തിപിടുത്തലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ക്രിസ്മസിൻ്റെ അന്നായിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. വളരെ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി ഒരു വ്ളോഗായിരുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസിനൊന്ന് രാവിലെ കാണാം. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച താണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിലാണ് തുടങ്ങുന്നത്. നല്ല കല്ലപ്പവും ബീഫ് കറിയും. രാവിലെ തന്നെ ബീഫ് കറിയൊക്കെ ആക്കും. അത് ഈസ്റ്ററിനായാലും ക്രിസ്മസിനായാലും സ്പെഷ്യലാണ് മമ്മിയുടേത്. ഞാൻ പിന്നെ ആ ട്രീയുടെ ചുറ്റും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേഷൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും വരുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത്, പിന്നെ ട്രീയുടെ ഭംഗി തന്നെ കണ്ടുകൊണ്ട് കുറേ നേരം നിന്ന്. ഹായ്, മെരി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ക്രിസ്മസ് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. ഇനി എല്ലാവരും വീട്ടിലൊക്കെ വരും, ഇന്ന് ഫുഡ് കഴിക്കും, എൻജോയ് ചെയ്യും. അതൊക്കെയാണ് ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഓരോ ഒരുക്കങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് സീ, നമുക്കിനി അടുക്കളയിലോട്ട് പോയാൽ അവിടുത്തെ തിരക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തരാം. കമോൺ. നല്ലല്ലേ എനിക്കല്ലേ റെഡിയായോ? നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിലെ വിഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. മുളകിട്ട മീൻകറി, പുളിശ്ശേരി, പച്ചടി, അതുപോലെ പരിപ്പ് കറി, പിന്നെ ഇതാണ് പപ്പയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ, പിന്നെ ചോറ്, പപ്പടം, പിന്നെ തോരൻ, ഒരു അച്ചാറും കൂടെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ ലഞ്ച് മെനു. ഇനിയിപ്പോൾ എല്ലാവരോടും ചേർന്ന് ഫുഡ് കഴിക്കുക. അച്ഛനും അമ്മയും രാജേഷൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അജി ഈസും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ വട്ടം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്ന്, ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇസു രാജേഷിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇരുന്ന് അവൻ്റെ കൂടെ ഇരിക്കുകയെന്നും പറഞ്ഞ് അവരൊരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച്, പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു. കറികളെല്ലാം നൈസായിരുന്നു ആസ് യൂഷ്വൽ. മമ്മിയുടെ കറികളെന്നും സ്പെഷ്യലാണ്. പപ്പയുടെ ബീഫ് ഫ്രൈ അതെന്നും ഒരു ഹിറ്റാണ് വീട്ടിൽ. പിന്നെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാനും മമ്മിയും അജിനും ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ അവർക്കെല്ലാം വിളമ്പിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിച്ചു തരാം. മീൻകറി, പച്ചടി, പരിപ്പ്, ബീഫ് ഫ്രൈ, തോരൻ, ഇനി പപ്പടവും കൂട്ടി ഞാൻ കഴിക്കും.
അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ആ ബീഫ് ഫ്രൈ. എനിക്കെപ്പോഴും ഇങ്ങനെ ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും ആ ടൈമിൽ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടപ്പെടും. നോർമലി നമ്മൾ വെക്കുന്നേക്കാളും ടേസ്റ്റ് ആയിരിക്കും അതിന്, വിറകടുപ്പിലൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ പാസ്സാക്കി എല്ലാവരും. അത് കഴിഞ്ഞപ്പോൾ ഒരു കോഫി കുടിക്കാനൊരു മൂഡ് വന്നു. അപ്പോൾ കോഫി ആക്കുകയാണ് ഞാൻ. കൂട്ടത്തിൽ മറ്റേ ക്യാരറ്റിൻ്റെ പുഡിങ്ങൊക്കെ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്കൊക്കെ കഴിക്കാമല്ലോ. എന്നിട്ട് കോഫിയൊക്കെ എടുത്ത് ഞങ്ങൾ സിറ്റൗട്ടിൽ പോയി ഞാനും രാജേഷ് അച്ഛനും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഓടി പെട്ടെന്ന് വന്നു. പുള്ളിക്കാരൻ നമ്മുടെ അടുത്തുനിന്ന് മാറിക്കുന്നൊരു പരിപാടിയില്ല, നമ്മുടെ എക്കോ ബോയ് വന്ന് നമ്മുടെ ഒപ്പം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവൻ്റെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവനിങ്ങനെ വൈകുന്നേരം വന്ന് ആ ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യണം, അത് മസ്റ്റാണ്. എന്നും സ്ഥിരം വന്ന് അവൻ ഇരിക്കുന്നൊരു പോസുമാണത്. അതിൽ കൂടെ പോകുന്ന കുറേ ആൾക്കാർ അവൻ്റെ ഫെമിലിയർ ഫ്രണ്ട്സ് ഉണ്ട്, അറിയാത്തവരെ കണ്ട നല്ല കുറേയായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് എക്കോടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് കസിൻസൊക്കെ എത്തുന്നത്. അപ്പോൾ അവർ വരുമ്പം എങ്ങനെയാണ് നമ്മുടെ പരിപാടി, അതിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നൈറ്റായിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ട ഫുഡ് എങ്ങനെയാണ്, എപ്പോഴത്തേക്കെല്ലാം സെറ്റ് ചെയ്യണം, അക്കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിരിക്കുകയാണ്. എക്കോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എല്ലാ പ്ലാനിങ്ങിലും നമ്മുടെ കൂടെ ഉണ്ട്. അവർ വരുമ്പോൾ പക്ഷേ എക്കോയെ അങ്ങനെ ഫ്രീ ആക്കി അയച്ചിടാൻ പറ്റത്തില്ല, കാരണം ഫെമിലിയർ അല്ലാത്ത ആൾക്കാരുടെ അടുത്താകും കുറച്ച് വിഷയമാണ്. പിന്നെ ഇതാണ് പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് ടോയ്, കുഞ്ഞു വാവയായിട്ടിരിക്കുമ്പോഴേ ഉള്ള ടോയാണിത്. അത് വെച്ച് അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എല്ലാവരും മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാനായിട്ട് പോയി. അവരൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊന്ന് റെഡി ആവണമല്ലോ. വൈകുന്നേരമായി ലൈറ്റ് ഇടുമ്പോൾ കിട്ടുന്നൊരു ഭംഗി, അതിപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുവാണ്. ശരിക്കും ആ ലൈറ്റൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി സിറ്റൗട്ടിൽ നിന്ന് അങ്ങ് പോകും. പപ്പയും അമ്മയും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. ശംഭു അനഘയും വന്ന് ആദ്യം തന്നെ. ഇവരുടെ കല്യാണ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം വൈകുന്നേരം നമ്മൾ കുറച്ച് പടക്കം കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരു ക്രിസ്മസിൻ്റെ ഒരു എക്സ്ട്രാ എലമെൻറ്റ് പോലെ അങ്ങനെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ പോയിട്ട് പൊട്ടിക്കാൻ പോവാണേ. നമ്മളങ്ങനെ പടക്കമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നേരെ ടെറസിലോട്ട് പോയി ഇതെല്ലാം പൊട്ടിക്കണം, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. സോനുവും പവി അനന്തനും ഒക്കെ വന്നിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈവനിങ് സെലിബ്രേഷൻ ഇവിടെ ഓൺ ആവുകയാണ്. ഇതോടുകൂടി ക്രിസ്മസ് ഇവിടെ തീരുകയാണ്. ശരിക്കും പടക്കം വാങ്ങിക്കാൻ എടുത്ത ഡിസിഷൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ എലമെൻറ്റ് ശരിക്കും വർക്കായിരുന്നു. തൊട്ടടുത്ത ക്ലബ്ബിലും പരിപാടി നടക്കും, അപ്പോൾ അവിടെയും ഫുൾ സൗണ്ടും പടക്കമൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. അവരാണ് ഫസ്റ്റ് പടക്കമൊക്കെ പൊട്ടിച്ച് തുടങ്ങി ആ ഒരു പരിപാടി കളറാക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിന് പിന്നാലെ പിന്നെ പതുക്കെ അങ്ങോട്ട് തുടങ്ങി. എല്ലാ വീട്ടിലും ഓൾമോസ്റ്റ് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. കുറേ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ഓളുള്ള ടൈമായിരുന്നു അത്. ഇനി നമുക്ക് പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ ഓർഡറാക്കി എടുത്ത് വെക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഫൈനലി പൊട്ടിക്കേണ്ട ആളാണ് ഇതാ ഈ ഇരിക്കുന്നത്. 13 ഷോട്ട് ഉണ്ടായിരുന്നു. ഒഫീഷ്യലി നമ്മുടെ പടക്കത്തിൻ്റെ പരിപാടികൾക്ക് തീ കൊളുത്തിയിരിക്കുകയാണ് പവിയുടെ. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരോടും ചേർന്ന് അടിച്ചു വിളിക്കാൻ പോവുകയാണ്. നമുക്ക് തിന്നണം. ഡബിളോ ജമ്പോ 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 വീട് അതിപ്പോ കത്തും. അത് കത്തിച്ച് God. Merry Christmas. ഇല്ലടാ വന്നടാ ഇത് സൗണ്ടുള്ള പടക്കം ബാക്കിയല്ല.